നമസ്കാരം. ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പും വന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇനി കാണാൻ മറിമായങ്ങളൊന്നും ബാക്കിയില്ല. ഇപ്പോൾ ദാ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. ഇതൊരു വെച്ചുമാറ്റമാണോ എന്ന് സംശയിക്കേണ്ട കാര്യം. പത്മജ വേണുഗോപാലിനെ അങ്ങോട്ട് കൊടുത്തിട്ട് നേരെ സന്ദീപ് വാര്യരെ തിരിച്ച് പാളയത്തിലേക്ക് എത്തിച്ചു. അതായത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്കുള്ള മടക്കം അല്ലെങ്കിൽ വരവ് എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ ഇതിനെക്കുറിച്ച് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. സന്ദീപ് വാര്യർ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ അത്യാവശ്യം ഇടഞ്ഞു തന്നെയാണ് BJP ആയിട്ട് നിന്നത്. അവിടെ C. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവിടെ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഗൃഹസമ്പർക്ക പരിപാടികൾ അടക്കം സംഘടിപ്പിക്കുന്ന തരത്തിൽ BJPയെ എന്ത് വിധേനയും അവിടെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആശയവുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തെ സന്ദീപ് വാര്യരെ 7 അയല തടുപ്പിക്കാത്ത നടപടിയായിരുന്നു സുരേന്ദ്രനും സംഘവും നടത്തിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് തന്നെ പാർട്ടി പുറത്താക്കി, അല്ലെ തന്നെ എന്തുകൊണ്ട് അവഹേളിക്കുന്നു? അതായത് ഒരു പക്ഷേ സന്ദീപ് വാര്യരെ കുറിച്ച് നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു BJPക്കാരനാണെങ്കിലും അല്പം ബോധമുള്ള ഒരാളാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മറ്റു പാർട്ടിക്കാർക്കിടയിൽ പോലും. ഇപ്പോൾ CPM-ലാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണെങ്കിൽ പോലും ഒരു അത്യാവശ്യം ബോധത്തോടു കൂടി സംസാരിക്കുന്ന ആള്. അത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ എവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പാർട്ടിയുടെ നിലപാടുകളാണ്, ഒരിക്കലും വ്യക്തിപരമായ നിലപാടുകളല്ല പറഞ്ഞത് എന്ന് സന്ദീപ് വാര്യർ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാര്യം താൻ എപ്പോഴെങ്കിലും ബോധമില്ലാതെ സംസാരിക്കുന്നതായി ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ കുഴപ്പമല്ല, അത് ഞാൻ വിശ്വസിച്ചിരുന്ന സംഘടനയുടെ കുഴപ്പമാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് തരുന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതായത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സുരേന്ദ്രനൊക്കെ. അതോടുകൂടി ഔദ്യോഗിക വക്താവ് സ്ഥാനത്ത് നിന്നും പിടിച്ച് പുറത്താക്കി. ചാനൽ ചർച്ചകളിലൊന്നും ഇനിയും മേലാൽ കണ്ടുപോയേക്കരുത് എന്ന് നേതൃത്വം സന്ദീപ് വാര്യർക്ക് താക്കീത് നൽകി. അങ്ങനെ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളിൽ നിന്നും പുറത്തേക്കിറങ്ങി, മറ്റുള്ളവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്നും പിൻവാങ്ങി നിന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ തൻ്റെ പേരില്ലാതെ പോയതാണ് തനിക്കുള്ള അയോഗ്യത, താൻ പാർട്ടിക്ക് ചെയ്തത് ഏറ്റവും വലിയ തെറ്റതായി പോയി. ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി തുടങ്ങിക്കാണും അല്ലേ? ആ വാക്കിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ധർമ്മരാജൻ എന്തിനു വേണ്ടി നിന്നു എന്നുള്ള കാര്യം അറിയാം. ധർമ്മരാജൻ കുഴൽപ്പണ ഇടപാടുകാരനാണ് എന്നുള്ള കാര്യം സന്ദീപ് വാര്യർക്ക് അറിയാം. അതിനെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഈ ചെയ്തത്. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ തൻ്റെ പേരില്ലാതെ പോയതാണ് താൻ ചെയ്ത കുറ്റം എന്ന് പറയുമ്പോൾ ധർമ്മരാജനുമായി ഇടപെട്ടവരാണ് ബാക്കി ഇപ്പോൾ BJPക്കുള്ളിൽ നിൽക്കുന്ന പ്രമുഖ നേതാക്കളെല്ലാം തന്നെ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. കൊടകര കുഴൽപ്പണ കേസും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും രണ്ടും തമ്മിൽ വെച്ചു മാറുന്ന ഒരു രീതി CPM-നും BJPക്കും ഉണ്ടത്രേ. അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനെ താൻ എതിർത്തു. പൊതു മധ്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇത് തെറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ കരുവന്നൂരിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ കൊടകര കുഴൽപ്പണ കേസിനെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞു പോയി, അല്ലെങ്കിൽ ആ നേതൃത്വത്തെ ബോധിപ്പിച്ചു പോയി. അതാണ് ഏറ്റവും വലിയ ചെയ്തത് പോയ തെറ്റ് എന്നുള്ള അദ്ദേഹം വീണ്ടും ചൂണ്ടിക്കാട്ടുന്നു. വിദ്വേഷം പരത്തുന്ന മാത്രം ഒരു ഫാക്ടറിയായി BJP മാറിക്കഴിഞ്ഞിരിക്കും. ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തെക്കുറിച്ച് ഒരിക്കലും BJPയിലായി കഴിഞ്ഞ് സംസാരിക്കാൻ പാടില്ല. ജനാധിപത്യം എന്നുള്ളത് മറന്നു കളയുക, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സാധനത്തെ മറന്നു കളയുക, ഇന്ത്യൻ ഭരണഘടന എന്നൊന്നില്ല എന്ന് തന്നെ ചിന്തിക്കുക. പകരം അവിടെ മതത്തെക്കുറിച്ച് സംസാരിക്കുക, ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുക, എവിടെയൊക്കെ മതം പറയാൻ കഴിയുമോ അതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതാണത്രേ BJPയുടെ പോളിസി. അവിടെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവൻ പുകഞ്ഞ കൊള്ളിയാണ്. അതുകൊണ്ട് പുകഞ്ഞ കൊള്ളിക്ക് പുറത്താണ് സ്ഥാനം. ഇവിടെ ശബരിമല വിഷയം കത്തിക്കാം, തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കത്തിക്കാം. പക്ഷേ അവിടെ മതേതരത്വമോ ജനങ്ങളുടെ നന്മയോ ഒരിക്കലും BJPയിൽ കത്തിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. അതോടൊപ്പം ഈ സുരേന്ദ്രനും CPM-ഉം പിണറായി വിജയനും തമ്മിൽ ചേർന്ന് നടത്തുന്ന ചില ഇടപാടുകളെ കുറിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞിരുന്നു. ഇത് ശരിയല്ല എന്ന് K. സുരേന്ദ്രനോട് സൂചിപ്പിച്ചിരുന്നു. ഇതോടുകൂടി സുരേന്ദ്രൻ എതിർപ്പായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തും, എനിക്ക് കൊടകര കുഴൽപ്പണ കേസ് മൂടി വെക്കണം, അതിന് എനിക്ക് CPM-ഓ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ എനിക്ക് കൂട്ടുനിൽക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളെയും ഞാൻ എതിർക്കും. സുരേഷ് ഗോപിയെ കണ്ടുകൂടാത്തതിൻ്റെ പ്രശ്നം അതാണ്. കരുവന്നൂരിൽ പദയാത്ര സംഘടിപ്പിച്ചു. അതുകൂടെയാണ് സുരേഷ് ഗോപിയോടും K. സുരേന്ദ്രനോടും എതിർപ്പുള്ളത്. കരുവന്നൂരിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം
കരുവന്നൂര് ഒതുക്കി തീർക്കാം എന്നുള്ള പേരിലാണ് കൊടകര കുഴൽപ്പണ കേസ് ഒതുക്കിയത്, അത് മാറ്റി നിർത്തിയത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ശ്രീനിവാസൻ കൊലപാതക കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു, അവർ പുറത്തേക്കിറങ്ങി. കാരണം ഈ പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലുള്ള വക്കീലാണ് അത്രയും ഹാജരായത്. സുപ്രീം കോടതിയിലുള്ള വക്കീൽ ഹാജരായ സമയത്ത് ഇവിടെ വാദിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ശ്രീനിവാസിന് വേണ്ടിയിട്ട് ഹാജരാകാൻ എന്തേ സുപ്രീം കോടതിയിൽ ഒരു വക്കീലിനെ കിട്ടിയില്ല എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യവും കൂടി സന്ദീപ് വാര്യർ ചോദിക്കുന്നുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെ സുരേന്ദ്രനും സംഘവുമാണ് എന്ന് തന്നെ സന്ദീപ് വാര്യർ ആ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. സത്യമല്ലേ? പാർട്ടിയെ, കേരളത്തിന്റെ BJPയെ സുരേന്ദ്രൻ കയ്യിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം പുറത്തേക്ക് പോകട്ടെ എന്ന ഒരു തീരുമാനത്തിലാണ് കെ സുരേന്ദ്രൻ നിൽക്കുന്നത്. കെ സുരേന്ദ്രന് താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കേസുകളും ഒത്തുതീർപ്പാവണം, രാജിയാവണം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുഴൽപ്പണ കേസായ കൊടകര കേസ് അദ്ദേഹത്തിന് രാജിയാക്കണം. എങ്ങനെയെങ്കിലും കൈക്കൂലി കൊടുത്തുകൊണ്ടും ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്ന ഉൾപ്പെടെയുള്ള കേസുകൾ എങ്ങനെയെങ്കിലും രാജിയാക്കി കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ വിടുതൽ നേടണം. അതിന് എന്ത് വിടുപണി ചെയ്യാനും ആർക്ക് വേണ്ടി വിടുപണി ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരാളായി കെ സുരേന്ദ്രൻ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ തെരഞ്ഞെടുത്ത വഴി എന്തായാലും ശരിയായി, കോൺഗ്രസിലേക്ക് തന്നെ പോയി. പക്ഷേ ഇനി സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ കാത്തിരിക്കുന്നത് എന്താണെന്ന് കാലം പിന്നീട് തെളിയിക്കുകയുള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ സന്ദീപ് വാര്യർ പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം പാർട്ടി വെളിവാക്കുന്നത് പാർട്ടിയുടെ അല്ലെങ്കിൽ BJPയുടെ സുരേന്ദ്രന്റെയും സംഘത്തിന്റെയും ഒരു ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ്. അതിലൊക്കെ മനം നൊന്തിട്ടാണ് ഈ സന്ദീപ് വാര്യർ അതിനെ വിദ്വേഷമുണ്ടാക്കുന്ന ഫാക്ടറി എന്ന് BJPയെ വിളിച്ചത്, അല്ലെങ്കിൽ BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തെ വിളിച്ചത്. അതിൽ നിന്നെല്ലാം മുക്തി നേടുകയാണ് ഇപ്പോൾ സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിക്കൊണ്ട് താൻ ചെയ്തത് എന്ന് വളരെ ഊർജ്ജസ്വലനായി തന്നെ സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. ഇതോടുകൂടി ഇതുവരെ വെള്ളം വെച്ച് പരിപ്പിട്ട് കാത്തിരുന്ന CPM-നും CPI-ക്കും, CPI മണ്ണാർക്കാട് മണ്ഡലം ഓഫർ ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ തൃത്താല ഓഫർ ചെയ്തുകൊണ്ട് CPM മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഓഫറുകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇവിടേക്ക് കോൺഗ്രസിൽ പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഇതുകൊണ്ട് സന്ദീപ് വാര്യർ ഇപ്പൊ കൃത്യമായി മനസ്സിലായി കാണും എന്തുകൊണ്ട് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഓഫർ സന്ദീപ് വാര്യർ നിരസിച്ചു എന്നുള്ളത്. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നുണ്ട്, അത് CPM-ഉം കെ സുരേന്ദ്രനും ചേർന്നിട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായി സന്ദീപ് വാര്യർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ സന്ദീപ് വാര്യർ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും വരാൻ പോകുന്ന രാഷ്ട്രീയം ഏത് തരത്തിലേക്ക്, ഏത് രീതിയിലായിരിക്കും സന്ദീപ് വാര്യർ ഊതിപ്പെരുപ്പിച്ച് ഈ കാറ്റ് വീശുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.